ശ്രീറാം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് മൾട്ടി സെക്ടർ റൊട്ടേഷൻ ഫണ്ട് എന്ന പേരിൽ ഒരു പുതിയ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. നവംബർ 18 മുതൽ ഡിസംബർ 2 വരെയും ഈ ഫണ്ടിൻ്റെ NFOയിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്താവുന്നതാണ്. ഇതിലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 500 രൂപയും പിന്നെ 1 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. 3 മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഫണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്താൽ 1% എക്സിറ്റ് ഫീസ് ഉണ്ട്. 3 മാസങ്ങൾക്ക് ശേഷം എക്സിറ്റ് ഫീസോ റിഡംഷൻ ഫീസോ ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാവുന്നതാണ്. ഈ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാന്, സിസ്റ്റമാറ്റിക് ടോപ്പ് അപ്പ് പ്ലാന് ഇതേപോലെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചും നിക്ഷേപം നടത്താവുന്നതാണ്. ഈ മ്യൂച്വൽ ഫണ്ട് അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഫണ്ട് അവർ ലോഞ്ച് ചെയ്യുന്നതെന്നാണ്. മൾട്ടി സെക്ടർ റൊട്ടേഷൻ ഫണ്ട്. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന അല്ലെങ്കിൽ ഈ പേരിൽ വരുന്ന മറ്റൊരു ഫണ്ടും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ മത്സരിച്ച് അവർ പുതിയ ഫണ്ടുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും സെയിം കാറ്റഗറിയിൽ വരുന്ന ഫണ്ടുകളാണെങ്കിലും അതിൻ്റെ പേര് മാറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയ പുതിയ ഫണ്ടുകളായിട്ടാണ് മിക്കവാറും എല്ലാ AMCകളും അവർ പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്നത് ഈ ഫണ്ട് മിനിമം 3 മുതൽ 6 സെക്ടറുകളിൽ വരുന്ന കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച് പല സമയങ്ങളിലും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകൾ ചില അവസരങ്ങളിൽ നന്നായിട്ട് പെർഫോം ചെയ്യും, ചില അവസരങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് മോശമായിരിക്കും. അപ്പോൾ ഇവിടെ ഫണ്ട് മാനേജർ ചെയ്യുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 3 മുതൽ 6 വരെയും സെക്ടറുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ സെക്ടറിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ കമ്പനികളിൽ നിക്ഷേപം നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രസൻറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സെക്ടർ 1 മാസത്തിനോ 2 മാസത്തിനോ 6 മാസത്തിനോ ശേഷം ചിലപ്പോൾ മോശമായിട്ട് പെർഫോം ചെയ്തെന്നിരിക്കാം. ആ സാഹചര്യത്തിൽ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സെക്ടറിൽ വരുന്ന കമ്പനികളുടെ ഷെയറുകൾ വിറ്റിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന സെക്ടർ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിക്ഷേപം നടത്തുക. അതാണ് ഈ ഫണ്ട് ബേസിക്കായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിലവിലും ഓപ്പറേറ്റ് ചെയ്യുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകൾ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഫണ്ട് മാനേജർ ഒരു കമ്പനിയുടെ പെർഫോമൻസ് മോശമാണ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ് മോശമാണെന്ന് ഒരു ഫണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ റിസർച്ചിലൂടെയോ മറ്റോ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സെക്ടറിലോ ആ കമ്പനികളിലോ സാധാരണയായിട്ട് അവർ കണ്ടിന്യൂ ചെയ്യാറില്ല. ആ കമ്പനികളുടെ ഷെയറുകൾ വിറ്റ് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാവുന്ന കമ്പനികളിലാണ് സാധാരണയായിട്ട് ഫണ്ട് മാനേജേഴ്സ് നിക്ഷേപം നടത്തുന്നത്. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിഫ്റ്റി 500 ഇൻഡെക്സിനെയാണ്. ഇതൊരു ബോർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇതിൽ ലാർജ് ക്യാപ് കമ്പനികളും മിഡ് ക്യാപ് കമ്പനികളും സ്മോൾ ക്യാപ് കമ്പനികളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഈ നിഫ്റ്റി 500. ഈ നിഫ്റ്റി 500 ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടനവധി ഫണ്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 500 കമ്പനികളിലും അതേപോലെ 4-5 സെക്ടറിലുള്ള കമ്പനികളെ സെലക്ട് ചെയ്ത് ആ കമ്പനികളിലായിരിക്കാം ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മറ്റു മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിലോ ഒക്കെ നിക്ഷേപം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകളിലെ അണ്ടർലൈയിങ് അസറ്റുകളിൽ വരുന്ന സെക്യൂരിറ്റികളിലുമായിരിക്കാം മിക്കവാറും ഈ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഫണ്ടിൻ്റെ സ്റ്റോക്ക് സെലക്ഷനിൽ അവർ ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത എൻഹാൻസ്ഡ് ഫണ്ടമെൻ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രെയിംവർക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് മെട്രോളജി അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് അവർ പർട്ടിക്കുലർ സെക്ടറും അതേപോലെ തന്നെ സ്റ്റോക്കുകളും ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നത്. EQI എന്ന് പറയുന്ന സ്ട്രാറ്റജി അതിൽ ക്വാണ്ടിറ്റേറ്റീവ് സെക്ടർ അനാലിസിസും അതേപോലെ ഫണ്ടമെൻ്റൽ ഇൻസൈറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്നും പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഫണ്ടിൻ്റെ പേരിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുതിയ കാറ്റഗറി എന്ന് തോന്നിക്കാവുന്ന രീതിയിൽ ആ ഫണ്ട് നെയിം ചെയ്തിട്ടുണ്ട്. അതായത് മൾട്ടി സെക്ടർ റൊട്ടേഷൻ ഫണ്ട്. ഈ പേരിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാറ്റഗറിയിലോ ഇന്ന് ഇന്ത്യയിൽ വേറൊരു ഫണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ബേസിക്കായിട്ട്
ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ഫണ്ട് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം ഇവരും ഈ ഫണ്ടിലൂടെ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങളാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമെടുക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത ടാറ്റ ഇന്ത്യ ഇന്നൊവേഷൻ ഫണ്ടിൻ്റെ NFOയെ കുറിച്ച് സംസാരിച്ചപ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇവിടെയും എനിക്ക് ആ സെയിം കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാനായിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡൗൺവേർഡ് ട്രെൻഡിലാണ്. മാർക്കറ്റ് ഒരുപാട് കുറയുകയും ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം ഒരുപാട് നഷ്ടപ്പെടുകയും, അതായത് നോഷണൽ ലോസ്, റിയലായിട്ട് യൂണിറ്റുകൾ വിറ്റ ആളുകൾക്ക് റിയലായിട്ടുള്ള ലോസുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ യൂണിറ്റുകൾ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് നോഷണൽ ലോസുകൾ ഉണ്ടായിട്ടുണ്ടാവാം. സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന, പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ ലോങ് ടൈമിലേക്ക് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കാം. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ NFOയിൽ നിക്ഷേപം നടത്തണമോ, അതോ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഫണ്ട് റീഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ അലോക്കേഷനും അണ്ടർലൈയിങ് അസറ്റ്സുകളുടെ അലോക്കേഷനും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിക്ഷേപം നടത്തണമോ, അഥവാ ഇക്വിറ്റി മാർക്കറ്റ് ഇനിയും താഴോട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ ഇപ്പോൾ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ NFOയിൽ ലഭിക്കുന്ന യൂണിറ്റുകൾ 10 രൂപയ്ക്ക് താഴെ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിച്ചതിന് ശേഷം മാത്രം ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുക. ഞാനിതിവിടെ പറയാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം, കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ ഒട്ടനവധി ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ട് NFOകൾ ഉണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ വീഡിയോ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് 10 രൂപയ്ക്ക് ഈ NFO ഇപ്പോൾ വാങ്ങണമോ, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷം 10 രൂപയ്ക്ക് താഴെയുള്ള ഒരു NAVയിൽ വാങ്ങണമോ. ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമാകും. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.